നിരോധിച്ച് അതിന് കിട്ടുന്ന വേരിയേഷൻ, ആ വേരിയേഷൻ ഖുർആൻ നിരോധിച്ച റിബയിൽ പെടുമോ ഇല്ലേ? നിസ്സംശയം ഞാൻ പറയുന്നു അത് റിബയല്ല, അത് ഖുർആൻ ഹറാമാക്കിയ പലിശയല്ല. അതിന് അറേബ്യൻ നാടുകളിലൊക്കെ ഫായിദ എന്നാണ് പറയുക. ഫായിദ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് അർത്ഥമുള്ളൂ. അത് റിബയല്ല. കാരണം ഇവിടെ ബാങ്ക് ആവശ്യക്കാരനല്ല, കൊടുക്കുന്നയാൾ, നിക്ഷേപിക്കുന്നയാൾ അയാളുടെ പണം സുരക്ഷിതമായി ഇരിക്കുന്നതിന് വേണ്ടി ബാങ്കിനെ ഏൽപ്പിക്കുന്നു. ബാങ്ക് അത് ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ചെറിയ വിഹിതം ഇവർക്ക് കൊടുക്കുന്നു. ഇത് ഹറാമാകുന്നത് എങ്ങനെയാണ്? എങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഹറാമാകണ്ടേ? നിങ്ങൾ വലിയ വലിയ ജ്വല്ലറികളിലൊക്കെ കൊണ്ടുപോയി 1 ലക്ഷം ഇട്ടിട്ട് 1000 തരാം 800 തരാം എന്ന മാസത്തിൽ പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ പലിശ, അതേക്കുറിച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ. കാരണം മുതലാളിമാർ പണങ്ങിയ പള്ളിക്ക പറ്റി പൂട്ടിപ്പോകേണ്ടി വരും. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ബാങ്ക് പലിശ യഥാർത്ഥത്തിൽ പലിശയല്ല. അത് അറബ് രാജ്യങ്ങളിലൊക്കെ ഫായിദ എന്ന പേരിൽ, അതായത് അതിൻ്റെ ഒരു ബെനിഫിറ്റാണ് എന്നുള്ള. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ പലിശ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളിലും അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലിശയെ നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. പ്രവാചകൻ പൂർണ്ണമായും വിരോധിച്ചിട്ടുണ്ട്. വദറുമാ ബഖിയ മിനൽ റിബ ഇൻ കുൻതും മുഅ്മിനീൻ എന്നൊക്കെ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലിശ 2 തരം. ഒന്ന് റിബദ് ദുയൂൻ എന്ന് പറയും, കടം കൊടുത്തിട്ടുണ്ടാകുന്ന പലിശ. രണ്ടാമത്തെ റിബൽ ബുയൂ എന്ന് പറയും, കച്ചവടം പലിശ. ഇവിടെ റിബദ് ദുയൂൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരാൾക്ക് കടം കൊടുക്കുന്നു, ആ കടം കൊടുത്ത് തിരിച്ചു വാങ്ങുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അയാൾക്ക് എന്ത് ചെയ്യുന്നു, അതാണ് റിബദ് ദുയൂൻ. അതേ സിസ്റ്റമാണ് ഇന്നത്തെ ബാങ്കിലുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏതൊരു റിബയാണോ പ്രവാചകൻ വിരോധിച്ചത്, അതായത് റിബദ് ദുയൂൻ എന്ന് പറയുന്ന കടവുമായി കൊണ്ട് ബന്ധപ്പെട്ട പലിശ, അത് തന്നെയാണ് ഇന്നത്തെ ബാങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്ക് പലിശ ഇനി പേരിഞ്ഞ് ഫായിദ നിട്ടാലും റിബ നിട്ടാലും എന്ത് പേരിട്ടാലും അത് പലിശ. കാരണം നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു, ഇദ്ദേഹം പറയുന്നു ബാങ്ക് കച്ചവടം നടത്തുന്നു. ബാങ്ക് നമ്മുടെ നാട്ടിലെ ബാങ്കുകളൊക്കെ എന്ത് കച്ചവടം നടത്തുന്നു? ഈ ബാങ്കിലേക്ക് നിന്ന് ലോൺ എടുക്കുന്ന ആളുടെ പലിശ ഈ നമുക്ക് തരുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണെന്ത് കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ആ ലാഭം ബാങ്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് അവരുടെ കണ്ണീര് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് തരുന്നു. ഇതാണ് ബാങ്കിന്റെ സിസ്റ്റം. യഥാർത്ഥത്തിൽ ഇവിടെ ഫായിദ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള പലിശ തന്നെയാണ് ഇന്നത്തെ ബാങ്കിൽ. ഇനി അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ജ്വല്ലറി കൊടുക്കണില്ലേ, അപ്പൊ നമ്മൾ പറയുന്നത് ജ്വല്ലറിയിൽ കൊടുക്കുന്ന ഹറാമാണ്, അത് പലിശയാണ്. അത് നമ്മൾ വ്യക്തമായി കാലങ്ങളായി പറയുന്നതാണ്. അതല്ലാതെ ജ്വല്ലറിക്കാരെ പേടിച്ചിട്ട് ഇവിടെ ആരും ദീൻ പറയാൻ നിൽക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിരിക്കും. നമ്മളെ യഥാർത്ഥത്തിൽ ഇവിടെ ജ്വല്ലറി ആണെങ്കിലും മൗലവി ആണെങ്കിലും മുസ്ലിയാരാണെങ്കിലും ആരാണെങ്കിലും ദീനുള്ളതുപോലെ സത്യസന്ധമായ ആളുകൾക്ക്